Greetings to you all in the precious name of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. I thank God for one more opportunity that we could come into the presence of God. ദൈവസന്നിധിയിൽ വീണ്ടും മുറുകെ കൂടെ കടന്നു വരുവാൻ നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. That we could come and meditate together on the Song of Songs. ഒരുമിച്ച് കടന്നു വന്ന ഉത്തമഗീതത്തിൽ ധ്യാനിക്കുവാൻ നമുക്ക് ദൈവം അവസരം നൽകിയത്. In the last week, we concluded the first section of the song. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഉത്തമഗീതത്തിന്റെ ഒന്നാം സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാൻ ഇടയായി. And I hope all of us had a nice time in the presence of God, traveling together with the beloved and his lover, and gleaning out thoughts concerning love and concerning our beloved from the conversation between these two people. നാം കഴിഞ്ഞ ആഴ്ചകളിൽ ചെയ്തതുപോലെ തന്നെ ധ്യാനിക്കുവാനും ശൂലേംകാരത്തെയും തന്റെ പ്രാണപ്രിയനുമായുള്ള അവരുടെ വഴിത്താരകളിലൂടെ നമുക്കും യാത്ര ചെയ്ത് അവരുടെ ചിന്തകളും അവരുടെ സംഭാഷണങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ ശേഖരിച്ച് അത് ധ്യാനിക്കുവാൻ നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. Last time we really saw all that all the three requests or the three requests that the Shulamite made to his beloved, to her beloved. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ശൂലേംകാരത്തി ഉയർത്തിയ 3 അഭ്യർത്ഥനകളും കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് ചിന്തിക്കാനിടയായി. That showed her desire for communion with Solomon. അത് ശലോമോനുമായി തന്റെ പ്രാണപ്രിയനുമായി അകമഴിഞ്ഞ കൂട്ടായ്മ അനുഭവിക്കാനുള്ള തന്റെ ആഗ്രഹം അത് താനോട് വെളിപ്പെടുത്തുകയായിരുന്നു. Then we saw the answer to that desire for communion. അതിനുശേഷം തന്റെ ആ ആഗ്രഹത്തോട് തന്റെ അഭ്യർത്ഥനയ്ക്ക് ലഭിക്കുന്ന ഉത്തരം നമുക്ക് കാണുവാനിടയായി. And Solomon answered the desire of the bride by making it possible for both of them to enjoy communion together. അങ്ങനെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയത്തിൽ സംഭാഷണത്തിൽ അവരുടെ അകമഴിഞ്ഞ ബന്ധം ആസ്വദിക്കുവാൻ കഴിയുന്നതായി നമുക്ക് കാണുവാനിടയായി. Just 1 minute, let me just arrange the screens properly. All right, so here in the last week, കഴിഞ്ഞ ആഴ്ചയിൽ we actually started chapter 2 and verse 1. നാം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം ആരംഭിക്കുകയുണ്ടായി. I think I'm having some internet problems, but I hope that it is going to work out well. Last week we saw that the Shulamite speaks 5 things, or rather 4 things concerning her beloved. കഴിഞ്ഞ ആഴ്ചയിൽ നാം 2-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ശൂലേംകാരൻ തന്റെ പ്രാണപ്രിയനോട് ബന്ധപ്പെടുത്തി 4 കാര്യങ്ങൾ പ്രസ്താവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിഞ്ഞു. We first saw that she said that he is like an apple tree among the trees of the wood. ഒന്നാമതായി നാം അവിടെ താൻ പറഞ്ഞ പ്രയോഗം കാട്ടുമരങ്ങളിനിടയിൽ ഒരു നാരകം പോലെ തന്റെ പ്രിയൻ ഇരിക്കുന്നു നമുക്ക് കാണുവാൻ ഇടയായി. In a sea of sameness, in an ocean of greenness, there is one apple tree that gives fruit, that gives shade, that gives delight, and that gives refreshment. അവിടെ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ആ മരങ്ങളുടെ ഒക്കെ ഇടയിൽ, കാട്ടുമരങ്ങളുടെ ഒക്കെ ഇടയിൽ എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കുന്ന ആ സിമിലാരിറ്റിയുടെ ഒക്കെ മധ്യത്തിൽ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു പ്രത്യേകതരമായ ഒരു നാരകം മരം എന്ന പോലെ തന്നെ തന്റെ പ്രാണപ്രിയനെ തന്നെ ഉപമിക്കുകയാണ്. And we saw how it is so true, so much more concerning our beloved, who is the fairest among 10,000, chiefest of all unto her bride. Fullness divine in thee I see, the wonderful man of Calvary. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പ്രാണപ്രിയൻ, സകലരിലും ആയിരങ്ങളിൽ 10,000ങ്ങളിൽ സുന്ദരൻ, സകലരെക്കാൾ ശ്രേഷ്ഠനായവൻ, സകല നമ്മുടെ തന്റെ മണവാട്ടിയുടെ ഏറ്റവും പ്രിയനായി നിൽക്കുന്ന നമ്മുടെ പ്രാണപ്രിയനെ പറ്റി നമുക്ക് ചിന്തിക്കാനിടയായി. And then we saw his banner. അതിനുശേഷം പ്രാണപ്രിയന്റെ കൊടിയെ പറ്റി നമുക്ക് ചിന്തിക്കാനിടയായി. She says that he brought me into his house of wine and his banner over me was love. നമുക്കറിയാം ശൂലേംകാരത്തി പറയുന്ന പ്രസ്താവന, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നു, എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. And it is this banqueting house experience that has enabled the saints in the darkest of times to
really, go through those dark times in their lives. നമുക്കറിയാം ഭക്തന്മാർ അവരുടെ ജീവിതങ്ങളിലെ വൈഷമ്യതകളും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ ഈ വിരുന്നു വീട്ടിലേക്ക് വരുന്ന പോലത്തെ ഒരു ആനന്ദം ദൈവസന്നിധി ലഭിക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോയത്. And then we see that the Shulamite, the bride, is overwhelmed with the fullness of the love that she receives from her bride, from her beloved, that she says, "Stay me with flagons, comfort me with apple, for I am sick of love," his abundance. നമുക്കറിയാം ശൂലേംകാരത്തി തന്റെ ആ പ്രാണപ്രിയന്റെ സ്നേഹം വളരെ അമർത്തി കുലുക്കി തനിക്ക് അനുഭവിക്കാൻ ഇടയായതുകൊണ്ടാണ് താൻ പറയുന്നത്, ഞാൻ പ്രേമ പരവശയായിരിക്കാൻ എന്നെ മുന്തിരിയുടെ തന്ന് എന്നെ ശക്തീകരിപ്പീൻ, നാരങ്ങ തന്ന് എന്നെ തണുപ്പിപ്പീൻ. And immediately we see the left hand of the king of the beloved is under her head, and his right hand doth embrace me. നമുക്കറിയാം അതിനുശേഷമാണ് 6-ാം വാക്യത്തിൽ നാം കാണുന്നത് പ്രാണപ്രിയൻ തന്റെ ഇടം കൈ കൊണ്ട് തന്റെ തലയിൽ കീഴിൽ വെച്ച് തന്റെ വലം കൈ കൊണ്ട് തന്നെ ആശ്ലേഷിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. And we see that picture as we close, where she is in the embrace of her beloved. ആ ഒരു ചിത്രത്തോടു കൂടെയാണ് ശൂലേംകാരത്തി തന്റെ മണവാളൻ തന്റെ പ്രാണപ്രിയനുമായി ആലിംഗനം ചെയ്തുകൊണ്ട് തന്റെ ആ ബന്ധം ആസ്വദിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. And it is so fitting for us that song, I think the second last song of the Songs of Zion, Jesus, I am resting in the joy of what thou art. I am finding out the greatness of thy wondrous love. നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരു പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്, കർത്താവിന്റെ സ്നേഹത്തിലും അവന്റെ ആ വിശ്രാമത്തിലും ഞാൻ ആനന്ദിച്ച് അതിലേക്ക് ഞാൻ മുഴുകി ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. And the picture is safe in the arms of Jesus, safe on his gentle breast, there by his love overshaded, sweetly the beloved and her bride, they both are resting. നമുക്കറിയാം ഇംഗ്ലീഷ് പാട്ടിൽ പാടുന്ന പോലെ സേഫ് ഇൻ ദി ആർംസ് ഓഫ് ജീസസ്, കർത്താവിന്റെ ആ ഭുജങ്ങളിൽ നാം സുരക്ഷിതരും, കർത്താവിന്റെ ആ മാറിടത്തിൽ നാം ചാരി എന്നേക്കുമുള്ള ഒരു വിശ്രമം ദൈവം നമുക്ക് നൽകുന്നു. But then in the midst of that, she gives a charge to the daughters of Jerusalem. എന്നാൽ ഇതിന്റെയൊക്കെ മധ്യത്തിൽ യെരൂശലേം പുത്രിമാർക്ക് താൻ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. Don't stir this love, just like the rose and just like the gazelles are easily startled and easily disturbed. Keep quiet, don't disturb this moment of communion, this period of communion between them. തന്റെ പ്രാണപ്രിയനുമായിട്ടുള്ള ആ ബന്ധം ആസ്വദിക്കുന്ന ആ നിമിഷങ്ങളിൽ, ആ മണിക്കൂറുകളിൽ യെരൂശലേം പുത്രിമാർക്ക് താൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്. ആ ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോകുവാൻ തന്നെ ഉണർത്തി, പേടമാനുകൾ ഉണർന്ന് ഭയപരവശരായി ചാടിപ്പോകുന്നത് പോലെ തന്റെ ആ നിമിഷം ആസ്വദിക്കാൻ തന്നെ അനുവദിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ശൂലേംകാരത്തി ഇവിടെ പറയുന്നത്. Communion is a very fragile thing. It is a very delicate thing. It is very easy to break. നമുക്കറിയാം കൂട്ടായ്മ ബന്ധം അത് വളരെ ദുർബലമായ ഒരു കാര്യമാണ്. അത് ഏത് സമയവും അത് തകർക്കപ്പെടുവാൻ സാധ്യതയുള്ള വളരെ ഡെലിക്കേറ്റ് ആയ ഒരു ബന്ധമാണ്. So the warning is so true for us. Don't stir or awaken love until he so please. അതുകൊണ്ട് നമുക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ്, ഈ സ്നേഹത്തെ, ഈ ബന്ധം ഇളക്കി മാറ്റുവാൻ ഇടയാകരുത്. But then, just how the first section ended, ഒന്നാമത്തെ ഭാഗം അവസാനിപ്പിച്ചതുപോലെ തന്നെ the very thing that she warned us against, താൻ എന്താണ് യെരൂശലേം പുത്രിമാർക്ക് മുന്നറിയിപ്പ് നൽകിയത്, that same thing we see happening in the next section. ആ മുന്നറിയിപ്പ് ഗവനിക്കാതെ ആ കാര്യങ്ങൾ നടക്കുന്നതായി അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. The next section is from chapter 2 and verse 8 to chapter 3 and verse 5. 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം മുതൽ വരെയാണ് അടുത്ത ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. How do we know that? എങ്ങനെയാണ് നമുക്കത് മനസ്സിലാകുന്നത്? Look at the last verse of that section, chapter 3 and verse 5. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: I charge you, O ye daughters of Jerusalem, by the rose and by the hinds of the field, that ye stir not up nor awake my love until he please. യെരൂശലേം പുത്രിമാരെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളം
അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. So it's the same verse that was there in 2 and verse 7. രണ്ടാം അധ്യായത്തിന്റെ 7-ാം വാക്യവും 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒരേ സിമിലാരിറ്റി ഉള്ള വാക്യമാണ്. So that's why we said that actually that ends the next section. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സെക്ഷൻ അവസാനിച്ച് പുതിയൊരു ഭാഗം ആരംഭിക്കും. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വരെ അത് നീളുകയും ചെയ്യുന്നു. Now let me give a historical context before we get into these verses. ഈ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചരിത്രപരമായ പശ്ചാത്തലം ഞാൻ നിങ്ങൾക്ക് നൽകി തരട്ടെ. Historically, the events are probably before the events of chapter 1. ഒരു പക്ഷേ ചരിത്രപരമായി 1-ാം അധ്യായത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കാൾ മുൻപേ ആയിരിക്കും 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ ഇപ്പോൾ നാം കാണുവാൻ പോകുന്ന ഈ ഭാഗം സംഭവിച്ചിട്ടുള്ളത്. It is possible that they are reminiscing what has happened in the past. ഒരു പക്ഷെ അവരുടെ പൂർവ്വകാലത്ത് സംഭവിച്ചത് ഒരു പക്ഷേ ചിന്തിക്കുന്നതായി, അതിനെ ഓർത്ത് രസിക്കുന്നതായി ഒക്കെ ആയിരിക്കണം പിന്നീട് നാം കാണുന്ന ഭാഗങ്ങൾ. The bride is going back in thought to the scenes of her home life and the sweet days of their first love. ഒരു പക്ഷേ മണവാട്ടി തന്റെ ചിന്താമണ്ഡലത്തിൽ പുറകോട്ട് ചെന്ന് താൻ തന്റെ ഭവനത്തിൽ എങ്ങനെയായിരുന്നു, അതിനുശേഷം താൻ ആ സ്നേഹത്തിലേക്ക് താൻ പ്രവേശിക്കുന്ന ആ ഭാഗമൊക്കെ ആയിരിക്കാം താൻ പുറകോട്ട് ചിന്തിച്ച് ഓർത്ത് അയവർക്കുന്നത്. The bride is indoors in her country house. ഇവിടെ മണവാട്ടി തന്റെ ഭവനത്തിൽ നാട്ടുപ്രദേശത്ത് ഭവനത്തിനകത്തിരിക്കുന്നു. Winter has given way to springtime. തണുപ്പ് സമയം മാറി സ്പ്രിംഗ് കാലം എത്തിയിരിക്കുന്നു. And Solomon, or her shepherd lover, is coming to meet her to her house. ആ വസന്തകാലത്താണ് മണവാളൻ അല്ലെങ്കിൽ തന്റെ പ്രിയൻ മണവാട്ടിയെ കാണാനായിട്ട് കടന്നു വരുന്നത്. And the bridegroom's invitation, from its pleasant nature, is actually he is calling her to come and enjoy the beauties of that season with him. ആ വസന്തകാലത്തിന്റെ മനോഹാരിത്വം ആസ്വദിക്കാൻ വേണ്ടിയാണ് മണവാട്ടിയെ മണവാളൻ ക്ഷണിക്കുന്നത്. And the bride is describing this visit. ഈ ഒരു സന്ദർശനം, ഈ മണവാളന്റെ ഈ സമയത്തുള്ള സന്ദർശനമാണ് മണവാട്ടി വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. And then in the beginning of chapter 3 we discover that this beloved has withdrawn himself. എന്നാൽ 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഈ മണവാളൻ തന്നെ പിൻവാങ്ങി താൻ പുറകിലോട്ട് പോകുന്നത് കാണുവാൻ കഴിയും. And we see that the Shulamite is on her bed and she is searching for her beloved, but he is nowhere to be found. എന്നാൽ ഇവിടെ ശൂലേംകാരത്തി തന്റെ കട്ടിലിന്മേൽ താൻ ഇരുന്ന് തന്റെ മണവാളനെ അന്വേഷിക്കുന്നു, തന്നെ കാണുവാൻ കഴിയുന്നില്ല. Many scholars believe that chapter 3 verse 1 to 4 is actually recounting a dream of the Shulamite. ഒരു പക്ഷേ പല പണ്ഡിതന്മാരും പറയുന്നത് 3-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള ഒരു വാക്യങ്ങൾ ശൂലേംകാരത്തി കാണുന്ന ഏതെങ്കിലും ഒരു സ്വപ്നം താൻ ഓർത്തെടുക്കുകയായിരിക്കും. So I don't want to actually dissect those verses because we can never be sure which opinion is right. കാരണം ആ വാക്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് ഞാൻ അധികം പോകാൻ ആഗ്രഹിക്കാത്തതിന്റെ കാരണം ഏത് വ്യാഖ്യാനമാണ് അതിൽ ശരിയെന്ന് നമുക്ക് പ്രസ്താവിക്കുവാൻ കഴിയില്ല. But what we know is she ultimately searches for him and she finds him. എന്നാൽ അതിന്റെ പര്യവസാനം എന്ന് പറയുന്നത് ഈ മണവാട്ടി മണവാളനെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. And this evening we want to learn together the lessons that we can gather from this idyll, from this section. ഈ വൈകിയ സമയത്ത് ഈ ഇടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ ധ്യാനിക്കാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. And since this is the Spirit of the Lord has put it as verse 8, we will look at in that continuation. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ വാക്യം 8-ാം വാക്യം മുതലാണ് അതിനെ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ നോക്കുവാൻ പോവുകയാണ്. So even though historically it may refer to something else, we will look at it in this order. എന്നാൽ ചരിത്രപരമായി വേറെ ഏതെങ്കിലും പശ്ചാത്തലം അതിനുണ്ടായിരിക്കവേ നാം ഈ വാക്യശകലം അനുസരിച്ച് ഇതിന്റെ ക്രമീകരണം അനുസരിച്ച് തന്നെ നാം ധ്യാനിക്കാൻ പോകും. And we will only gather a few lessons from this so that our spiritual life will be benefited. ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീയ സത്യങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്കായി മാത്രം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. So we find that something happens to interrupt the beautiful communion that she was enjoying with her beloved. ഇവിടെ തന്റെ പ്രാണപ്രിയനുമായി താൻ ആസ്വദിക്കുന്ന ആ ഒരു പങ്കുവെക്കൽ, ആ ഒരു ബന്ധം ഏതോ ഒക്കെ ഒരു തലത്തിൽ അതിനൊരു തടസ്സം വരികയും
ആ തടസ്സത്തിന്റെ ആ കാരണങ്ങളൊക്കെയാണ് നാം പിന്നീട് നാം കാണുന്നത്. But now we find that she is no longer in the arms of the beloved is absent from her. എന്നാൽ ഇവിടെ ഈ എട്ടാം വാക്യം മുതൽ മണവാളന്റെ കരങ്ങളിൽ, തന്റെ ഭുജങ്ങളിലല്ല മണവാട്ടി ഇരിക്കുന്നത്, മണവാളനെ കാണുവാൻ പോലും ഇല്ല എന്നുള്ളതാണ് നാം ഇതിന്റെ ആരംഭം കാണുന്നത്. And we see that the beloved is coming from afar off to call the bride and say, "Come away, my beloved." ഇവിടെ മണവാളൻ തന്റെ മണവാട്ടിയെ തിരിച്ചു വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. We see that the communion has somehow been interrupted. ഇവിടെയുള്ള അവരുടെ ആ ബന്ധം, ആ അകമഴിഞ്ഞ ആ പങ്കുവെക്കലൊക്കെ തടസ്സങ്ങൾ നേരിട്ടു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. And he becomes absent. അവിടെ മണവാളൻ തന്റെ സാന്നിധ്യം അവിടെ ഇല്ല. And she discovers it very late. അത് വളരെ വൈകിയാണ് മണവാട്ടി തിരിച്ചറിയുന്നത്. And this is so true of my own life and probably of the life of all God's people. ഇത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കാവുന്ന സംഭവങ്ങളാണ്. And that is why this portion actually speaks volumes to me. As I was sitting in the presence of God, the Lord really killed me with these verses. അതുകൊണ്ടാണ് ദൈവസ്ഥാനത്തിൽ ഞാൻ ഇരുന്നപ്പോൾ വളരെ ചിന്താഗതികൾ നമ്മളിൽ പുറപ്പെടുവിക്കുന്ന ചില വാക്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. There are many times of closeness with the Lord and we are really enjoying, but then slowly, surely, even unknown to us, we get casual and begin to drift away and we don't even realize it. ഒരു പക്ഷേ ചില കാലഘട്ടങ്ങളിൽ വളരെ കർത്താവുമായി അകമഴിഞ്ഞ ബന്ധവും സ്നേഹവും ആ കൂട്ടായ്മയൊക്കെ നാം ആസ്വദിച്ചുകൊണ്ടിരിക്കവേ തന്നെ ആ കൂട്ടായ്മ നഷ്ടപ്പെടുമാറ് നാം അറിയാതെ പോലും ആ ബന്ധത്തിന് വിച്ഛേദനം, ഭംഗം വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. And suddenly you realize that it has all become mechanical. There is no intensity of that fellowship anymore. പിന്നീട് നാം കാണുന്നത് കേവലം ഈ ബന്ധം ഒക്കെ വളരെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ള ചിന്തയിൽ മാത്രം കൊണ്ടുപോകുന്ന ബന്ധങ്ങളായി തീരുന്ന അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. And we find that it is not easy to get back what we lost. ഇത് നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് മടങ്ങി വരുവാൻ വളരെ താമസവും ബുദ്ധിമുട്ടുമാണ്. And this has been my personal experience so many times in my life. ഇത് വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലെ അനുഭവമുള്ള കാര്യങ്ങളാണ്. And I think this can happen to anyone. ഇത് ആർക്കും സംഭവിക്കാം. And so therefore, what we want to see in this section is communion lost and then communion restored. അതുകൊണ്ട് ഈ ഒരു ഇടലിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നഷ്ടമായ ആ കൂട്ടായ്മ, ആ അകമഴിഞ്ഞ പങ്കുവെക്കലും അതിനെ തിരികെ പുനഃസ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. And you see, just as in our life, there are cycles of this again and again. Communion lost, communion restored. Again we lose it, again we restore it. And this is so true in my life and I think in all of our lives as well. ഇതേ കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിലും കാലചക്രത്തിൽ തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ നാം അത് ഓർക്കുകയും പിന്നീട് നാം അത് വിട്ടുപോവുകയും ഒക്കെ നമുക്ക് ചെയ്യാറുണ്ട്. And in the first section, we will see the first section being chapter 2, verse 8 to the end. In the first section, we will see the seeking bridegroom and the unresponsive bride. പ്രതികരണമില്ലാത്ത മണവാട്ടിയും അന്വേഷിക്കുന്ന മണവാളനും നമുക്ക് ആ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. And in the second section, we will see the seeking bride and the responsive bridegroom. That is chapter 3, verse 1 to 4 and 5. എന്നാൽ അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ 3 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അന്വേഷിക്കുന്ന മണവാട്ടിയും പ്രതികരണമുള്ള മണവാളനെയും നമുക്ക് കാണുവാൻ കഴിയും. And that itself is a beautiful picture of our life. അത് തന്നെ നമ്മുടെ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു ചിത്രമല്ലേ. And I can vouch for the truthfulness of that statement. കാരണം ഈ ഒരു പ്രസ്താവനയുടെ സത്യാവസ്ഥയ്ക്ക് വേണ്ടി എനിക്ക് എന്റെ കാര്യങ്ങൾ പറയുവാൻ കഴിയും. The seeking bridegroom and the unresponsive bride, and then the seeking bride and the responsive bridegroom. ഇവിടെ അന്വേഷിക്കുന്ന ഒരു മണവാളനും
പ്രതികരണമില്ലാത്ത മണവാട്ടിയും അന്വേഷിക്കുന്ന മണവാട്ടിയും പ്രതികരണമുള്ള മണവാളനും നമ്മുടെ ജീവിതങ്ങളിലേക്ക് സാക്ഷ്യം തന്നെ. And so let us read with that in mind. Let us read the remainder of chapter 8. Toby, can you please help me read it? രണ്ടാം അധ്യായത്തിന് 8ാം വാക്യം മുതൽ till what verse is that? Let's read till verse 15. 3 verse 15. Yes. 2 verse 15. Okay. 8ാം വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. അതാ എന്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചുകൊണ്ടും വരുന്നു. എന്റെ പ്രിയൻ ചെറുമാനിനും കൽക്കുട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിലിലേക്ക് പുറമെ നിൽക്കുന്നു. അവൻ കിളിവാതിലൂടെ നോക്കുന്നു, ആഴിക്കിടിയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. വെള്ളിത്തില മുറിക്കും കാലം വന്നിരിക്കുന്നു. കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അത്തിക്കായ്ക്കൽ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എന്റെ പ്രിയ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ച് തരുവി. What beautiful verses these are. എത്ര മനോഹരമായ വാക്യശകലങ്ങൾ. We first see the voice of my beloved in verse 8. 8ാം വാക്യത്തിൽ മണവാളന്റെ ശബ്ദം നമുക്ക് അവിടെ കേൾക്കുവാൻ കഴിയുന്നു. The voice of my beloved, behold, he cometh. നാം അവിടെ പറയുന്നത് അതാ എന്റെ പ്രിയന്റെ സ്വരം. There are two references to the voice of the beloved in Song of Songs. മണവാളന്റെ സ്വരത്തെ പറ്റി 2 ഭാഗങ്ങളിൽ പ്രസ്താവിക്കപ്പെടുന്നു. One is in 2 verse 8, the portion that we read just now. 2ാം അധ്യായത്തിന്റെ 8ാം വാക്യവും. And also read 5 and verse 2. 5ാം അധ്യായത്തിന്റെ 2ാം വാക്യത്തിലും. And there we read, I sleep, but my heart waketh. It is the voice of my beloved that knocketh, saying, open to me, my sister, my love, my dove, and etc. 5ാം 2ാം വാക്യത്തിൽ ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. So in 2 and verse 8, the portion that we read just now, 2ാം അധ്യായത്തിന്റെ 8ാം വാക്യത്തിൽ നാം വായിച്ച ഭാഗം, he is calling her to a place with himself. അവിടെ പ്രിയൻ തന്റെ മണവാട്ടിയെ തന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ ഒരു പ്രത്യേകമായ സ്ഥലത്തേക്ക് താൻ ക്ഷണിക്കുന്നു. In 5 and verse 2, the voice of the beloved is asking her to open the door so that he can come to where she is. 5ാം അധ്യായത്തിന്റെ 2ാം വാക്യത്തിൽ മണവാട്ടിയോട് മണവാളൻ പറയുകയാണ്, നിന്റെ വാതിൽ തുറന്നാൽ നീ എവിടെയോ അവിടെ ഞാൻ കടന്നു വരുന്നു. It is a beautiful picture of 2 sides of communion. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ആ കൂട്ടായ്മ ബന്ധത്തിന്റെ ആ മാധുര്യം നമുക്ക് കാണുവാൻ കഴിയും. He is calling her to come to where he is, and the second time he is telling her to open so that he can come where she is. ഒന്നാമതായി മണവാളൻ എവിടെയോ മണവാട്ടി അങ്ങോട്ട് ക്ഷണിക്കുകയും, രണ്ടാമതായി മണവാട്ടി എവിടെയോ മണവാളൻ അങ്ങോട്ട് ചെന്ന് മണവാട്ടിയോട് ബന്ധം, ആ കൂട്ടായ്മ ബന്ധം ആസ്വദിക്കുകയും ചെയ്യും. And behold, he cometh. ഇതാ എന്റെ പ്രിയന്റെ സ്വരം. That's all. The voice of my beloved, behold, he cometh. ഇതാ എന്റെ പ്രിയന്റെ സ്വരം. Okay, that's all that is there in Malayalam. അവൻ മലമുകളിന്മേൽ. Oh wow, okay, fine. So in English it is the voice of my beloved, behold, he cometh. All right, that's okay. വരുന്നു എന്ന് പറയുന്നുണ്ട്. It is there. Right. വരുന്നു. Okay, so sometimes we drift far away from him, but it is always, almost always, the Lord that takes the initiative. നാം പലപ്പോഴും കർത്താവിൽ നിന്ന് അകന്നു പോകാറുണ്ടെങ്കിൽ പോലും കർത്താവാണ് എപ്പോഴും ആ ആദ്യ ചുവട് എടുത്തു വെക്കുന്നത്. He comes to where we are to get our attention. നാം എവിടെയോ അവിടേക്ക് കടന്നു വന്ന് നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന വ്യക്തിയാണ് കർത്താവ്. How does he come? അവൻ എങ്ങനെയാണ് കടന്നു വരുന്നത്? The Shulamite's beloved is represented as coming to her in the eagerness of his desire. He comes like a roe or a young hart, like a gazelle or a stag. He comes leaping upon the mountains, skipping upon the hills.
നമുക്കറിയാം അവിടെ മണവാളൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആകാംക്ഷയുടെ ചെറുമാനിന് തുല്യമായി പാറകളിന്മേൽ താൻ മതിലും ആ മലമുകളിന്മേൽ ചാടി കുന്നുകളിന്മേൽ കുതിച്ചുകൊണ്ടാണ് താൻ തന്റെ മണവാട്ടിയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. Overcoming every obstacle. No obstacle is so great for him. എല്ലാ തടസ്സങ്ങളും മാറ്റിവെച്ച് എല്ലാ തടസ്സത്തിനും മീതെ താൻ അതിനെ അതിജീവിച്ചാണ് മണവാട്ടിയുടെ അടുക്കിലേക്ക് താൻ കടന്നു വരുന്നത്. That is what true love does. It overcomes every obstacle. അതാണ് ശരിയായുള്ള സ്നേഹം. എല്ലാ തടസ്സങ്ങളെയും മാറ്റിമറിക്കുന്നതാണ് സ്നേഹം. Jacob's love to Rachel was so much that he worked 14 years for her, and did not think much of it. യാക്കോബിന് റാഹേലിനുള്ള ആ സ്നേഹം കാരണമാണ് 14 വർഷം വേറെ ഒന്നും ആലോചിക്കാതെ താൻ അവിടെ ജോലി ചെയ്തത്. The love of parents for their children, I see that every day, that we sacrifice a lot of things to make way for their joy. ഞാൻ പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ മക്കളെ സ്നേഹിക്കുന്ന ആ സ്നേഹം എന്തെല്ലാം കാര്യങ്ങൾ ത്യാഗം ചെയ്താണ് മാതാപിതാക്കൾ അവരുടെ മക്കളെ സ്നേഹിക്കുന്നത്. And isn't it what our beloved did for us also? ഒക്കെ അതിനേക്കാളൊക്കെ എത്രയോ മാത്രം നമ്മുടെ മണവാളൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. A human life of 33.5 years. മനുഷ്യ ജീവിതം 33 തിരുവയസ്സ് വരെ 33.5 years living among sin infested people. പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ 33 വർഷം അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. He could know each and everything, wicked thing that every person was thinking. എല്ലാവരുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ദുഷ്ടകരമായ എല്ലാ കാര്യങ്ങളും തനിക്ക് അറിയാമായിരുന്നു. Full of sin and pain this world was. വേദനയും പാപവും ദുഃഖവും നിറഞ്ഞ ഒരു കാലഘട്ടം. And then he died as painful and a shameful death. വളരെ വേദനാജനകമായി വളരെ അപമാനം സഹിച്ച് താൻ മരിക്കേണ്ടി വന്നു. Oh, every obstacle he overcame just because of the joy that was set before him, as we meditated last Sunday for worship. അവന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ സകലത്തെയും അലക്ഷ്യമാക്കി, സകല തടസ്സങ്ങളെയും അതിജീവിച്ച് സകല ബുദ്ധിമുട്ടുകളെയും താൻ അലക്ഷ്യമാക്കി താൻ അതിനു വേണ്ടി താൻ ഇറങ്ങിത്തിരിച്ചു. No matter what the mountains, no matter what the hills, he comes leaping upon the mountains and skipping upon the hills. എന്തുമാത്രം പൊക്കമുള്ള മലകളാണ്, എന്തുമാത്രം തടസ്സങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, അവൻ ചാടി എഴുന്നേറ്റ് അവൻ ഓടിക്കടന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. And when he reaches the bride's house, he does not barge in. അവൻ മണവാട്ടിയുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ചാടിക്കേറിയല്ല തന്റെ ഭവനത്തിലേക്ക് താൻ കയറുന്നത്. As silently and gently as a gazelle, he appears very quietly. എന്നാൽ ഒരു പേടമാൻ വന്ന് മുട്ടുന്നത് പോലെ തന്നെ വളരെ ശാന്തമായ രീതിയിൽ വന്ന് മണവാട്ടിയുടെ വാതിൽക്കൽ താൻ മുട്ടുകയാണ്. He gives glimpses of his presence to her. തന്റെ സാന്നിധ്യത്തിന്റെ ആ കാഴ്ചയൊക്കെ ആ മണവാട്ടിയെ താൻ അറിയിക്കുകയാണ്. Behind the walls, and then through the windows, and then through the grills. അവിടെ നാം കാണുന്നത് ആഴിക്കിടയിൽ കൂടി കിളിവാതിലൊക്കെ നോക്കി ആ മതിലിന്റെ പുറമെ താൻ തന്റെ ആ സാന്നിധ്യം അവിടെ അറിയിക്കുകയാണ്. Progressively revealing himself to her, giving her glimpses of himself to get back into communion with her. അവിടെ തന്റെ മണവാട്ടിയുമായുള്ള ആ ബന്ധത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ വേണ്ടി വളരെ പുരോഗമന രീതിയിൽ തന്നെ തന്റെ ആ സാന്നിധ്യം താൻ അവിടെ അറിയിക്കുകയാണ്. That's how always the Lord reveals himself, progressively. കർത്താവ് ഇങ്ങനെ വർദ്ധിച്ചു വരുമാറാണ് തന്നെ നമ്മുടെ ഇടയിലേക്ക് വെളിപ്പെടുത്തുന്നത്. You remember the walk after the resurrection of the Jesus from Jerusalem to Emmaus. യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്കുള്ള ആ യാത്ര നമുക്കറിയാം. The two disciples were walking, and at first Jesus, just as another passerby, walks with them. Luke chapter 24. രണ്ട് ശിഷ്യന്മാർ അതുവഴി നടന്നു പോകുമ്പോൾ കൂട്ടത്തിൽ നടന്നു പോകുന്ന ഒരാളായിട്ട് തന്നെ അവരോടൊപ്പം ചേരുകയാണ്. ലൂക്കോസ് 24-ാം അധ്യായം. And then in verse 15 we read that he joined himself to them. അതിനുശേഷം ആ വാക്യത്തിൽ നാം വായിക്കുന്നത് അവരോടൊപ്പം കർത്താവ് ചേർന്ന് നടന്നു. And then after they were discussing, he said, "What things are you discussing?" അതിനുശേഷം അവരുടെ ആ സംവാദമൊക്കെ കേട്ടപ്പോൾ കർത്താവ് നിങ്ങൾ എന്താണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? And then progressively, as they were talking, he opened the scriptures unto them and revealed them the mysteries of Christ from the Old Testament. അവിടെ ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കവേ തന്നെ പഴയ നിയമ പുസ്തകങ്ങൾ എടുത്ത് താൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു. Their eyes were opened a little more, but they did not still see him. അവരുടെ കണ്ണുകൾ കുറച്ചും കൂടെ തുറക്കപ്പെട്ടു, അവരുടെ ഉൾക്കാഴ്ച കുറച്ചും കൂടെ അവർക്ക് തുറക്കപ്പെട്ടുവെങ്കിലും അവനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. But then
When he broke the bread, their eyes were opened and they saw him. എന്നാൽ അവൻ അപ്പം മുറിക്കവേ അവരുടെ കണ്ണുകൾ തുറന്ന് അവരുടെ പ്രാണപ്രിയനെ അവർ കണ്ടു. The Lord often reveals himself to us also like this. ഇതുപോലൊക്കെയാണ് കർത്താവ് നമ്മളോട് തന്നെ വെളിപ്പെടുത്തുന്നത്. Sometimes behind the walls, sometimes through the windows and the lattice, he looks and gives us proofs of his presence, of his desire to communicate with us. ഇതുപോലെ തന്നെ കർത്താവ് തന്റെ സാന്നിധ്യം നമ്മളോട് അറിയിക്കുന്നു. വാതിൽക്കളുടെ ഇടയിൽ നിന്ന്, നമ്മുടെ മതിലുകളുടെ ഇടയിലൊക്കെ നിന്ന്, നമ്മുടെ ജനാലകളിൽ നിന്നൊക്കെ നമ്മളെ നോക്കി നമ്മളുടെ കൂട്ടായ്മ ബന്ധം ആസ്വദിക്കാൻ വേണ്ടിയുള്ള തന്റെ സാന്നിധ്യത്തിന്റെ അറിയിപ്പ് നമ്മളോട് അവൻ ചെയ്യുന്നു. Sometimes it is through messages, sometimes it is through other people, sometimes it is through some things that you read in the paper, sometimes it is just through a billboard that you see as you are driving down the road. He communicates with you in various ways. പല രീതികളിൽ പല സാഹചര്യങ്ങളിലൂടെ കർത്താവ് തന്റെ സാന്നിധ്യം നമ്മളോട് അറിയും. ഒരു പക്ഷെ ഒരു സന്ദേശം കേൾക്കുമ്പോഴായിരിക്കും, വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ഏതെങ്കിലും ഒരു വാർത്ത വായിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അറിയുമാറ് ആ കാര്യങ്ങൾ നമുക്ക് അറിയിച്ച് അവൻ തന്നുകൊണ്ടേയിരിക്കുന്നു. And once he makes himself known, what does he say? അവനെ തന്നെ അവൻ വെളിപ്പെടുത്തി കഴിയുമ്പോൾ മണവാളൻ എന്താണ് പറയുന്നത്? Verse 10. അതിന്റെ 10ാം വാക്യം. My beloved spake and said unto me, Rise up, my love, my fair one, and come away. താൻ അവിടെ പറയുന്നത് 10ാം വാക്യത്തിൽ എങ്ങനെയാണ്? എന്റെ പ്രിയ എഴുന്നേൽക്കുക, എന്റെ സുന്ദരി വരിക. Again, the end of verse 13. Rise up, my love, my fair one, and come away. 13ാം വാക്യത്തിലും അത് ആവർത്തിക്കുന്നു, എന്റെ പ്രിയ എഴുന്നേൽക്കുക, എന്റെ സുന്ദരി വരിക. And the language that he uses to speak to her speaks volumes concerning the backwardness or the reluctance of the Shulamite. അവിടെ താൻ ഉപയോഗിക്കുന്ന ഈ ഭാഷ, ഈ റിപ്പീറ്റഡ്നെസ്, ശൂലേംകാരത്തിയോടുള്ള ശൂലേംകാരത്തി പ്രിയനോട് ചേർന്ന് പോകാനായിട്ടുള്ള തന്റെ വിമുഖതയാണ് നാം അവിടെ കാണുന്നത്. He's telling her, rise up. It means that she is either sleeping or reclining. താനോട് പറയുകയാണ്, എന്റെ സുന്ദരി നീ വരിക, നീ എന്റെ പ്രിയ നീ എഴുന്നേൽക്കുക. അതിന്റെ അർത്ഥം ഒന്നുകിൽ താൻ തന്റെ കട്ടിൽ മേൽ കിടക്കുകയോ താൻ അവിടെ ചാരി നിൽക്കുകയോ ആയിരിക്കാം. Her beloved has overcome all obstacles, but she is reclining or sleeping. അവിടെ തന്റെ മണവാളൻ സകല തടസ്സങ്ങളെ മാറ്റിവെച്ച് മണവാട്ടിയുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ മണവാട്ടി അവിടെ വളരെ ലാഘവത്തോടു കൂടെ തന്നെ ആ കട്ടിലിൽ മേൽ ഇരിക്കുന്നു. The apostle Paul in his letter to the Romans, after speaking about the gospel and the sanctification and consecration and everything, in verse 13 he says, Awake, you that sleep, it is time to arise out of the bed. അവിടെ റോമാലേഖനം 5ാം അധ്യായത്തിൽ പൗലോസ് അവിടെ റോമാലേഖനം 13ാം അധ്യായത്തിൽ പൗലോസ് ന്യായവിധിയെ പറ്റിയും നീതീകരണത്തെ പറ്റിയുമുള്ള വിഷയങ്ങളൊക്കെ വളരെ സംസാരിച്ചതിന് ശേഷം പറയാണ് ഉറങ്ങിക്കിടക്കുന്നവരെ നിങ്ങൾ എഴുന്നേൽക്കുക. It is possible for a church to have sanctification, to have people who are committed and have everything and yet be sleeping. ഒരുപക്ഷെ ഒരു സഭയിൽ വിശുദ്ധീകരണം നടക്കുന്നുണ്ടായിരിക്കാം, പലവിധമായ പ്രവർത്തനം കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ഉറങ്ങുന്ന ചിലർ അതിന്റെ മധ്യത്തിലേക്ക് ഉണ്ടാകാൻ വളരെ സാധ്യതയാണ്. Many people think that the greatest threat to human civilization is terrorism, Islam. Many others think that it is liberalism. Many others think it is communism. ഒരുപക്ഷെ പലവിധമായ ആളുകൾ ലോകത്തിലുള്ള ഏറ്റവും വലിയ ത്രെറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങളും കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളും ഒക്കെ ആണെന്ന് ആളുകൾ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. But the greatest threat to human civilization is a sleeping Christian and a sleeping church. എന്നാൽ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന വിശ്വാസിയും ഉറങ്ങുന്ന സ്ഥലം സഭകളുമാണ്. All the blessings in this past 2000 years have come through the church that was alive and awake. കഴിഞ്ഞ 2000 വർഷങ്ങളിലധികമായി ലോകത്തിലേക്ക് വന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന സഭയിലൂടെയും വിശ്വാസികളുടെയുമാണ് ലോകത്തിന് ലഭിച്ചിട്ടുള്ളത്. And he is telling her, rise up, get up out of the bed, let's go out together, let us enjoy the beauties of springtime together. മണവാളൻ മണവാട്ടിയോട് പറയുകയാണ്, എഴുന്നേൽക്കുക, നീ എഴുന്നേറ്റ് എന്റെ സുന്ദരി നീ വരിക, ശീതകാലം മാറി മഴയും മാറി വസന്തകാലത്തിന്റെ അനുഭൂതികളിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് മണവാളനോട് പറയുക. And I think the Lord will be saying that to us today.
Are you a sleepy Christian? I'm not asking, are you a committed Christian or an Orthodox Christian? No. Are you a sleepy Christian? ഞാൻ നിങ്ങളോട് കർത്താവ് ഒരു പക്ഷെ നമ്മളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇതേ ചോദ്യമാണ്. നാം ഉറങ്ങുന്ന വിശ്വാസികളാണോ? When it is time to stand up for Thanksgiving നാം on Sundays, there is nobody to stand up. ഞായറാഴ്ച സ്തോത്രം ചെയ്യുവാനായി എഴുന്നേറ്റ് നിൽക്കേണ്ട സമയത്ത് ആർക്കും കഴിയുന്നില്ല. How many times our elder people have told us, stand up and give thanks. എത്രയോ തവണ മൂപ്പന്മാരായ പ്രായമുള്ളവരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം. These are all signs of laziness and reclining and taking it easy. ഇത് മടിയുടെയും ഉറക്കത്തിന്റെയും ഒക്കെ വളരെ ലാഘവത്തോടെ എടുക്കുന്നതിന്റെ ഒക്കെ മനോഭാവങ്ങളാണ് ഈ കാണുന്ന പ്രവർത്തനം. My beloved, it is time to wake up. It is time to get up from your bed, get off from your rest, come and enjoy communion with the Lord. എന്റെ പ്രിയ, വിശ്രമത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് കർത്താവുമായുള്ള ആ ബന്ധം ആസ്വദിക്കുവാൻ വളരെ വളരെ സമയമാണ്. And this is what the Lord tells me every morning when I'm so lazy, sleeping in my bed. Rise up early, rise up, get up out of the bed. I am waiting for your communion. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മടി പിടിച്ച് കിടക്കുമ്പോൾ കർത്താവിനോട് പറയുന്ന പദപ്രയോഗമാണ്, എഴുന്നേൽക്കുക, മടി പിടിക്കാതെ എന്റെ അടുക്കൽ കടന്നു വന്ന ആ ബന്ധം ആസ്വദിക്കുക. Then he describes the scene, the springtime scene. അവിടെ വസന്തകാലത്തിന്റെ ആ ചിത്രമൊക്കെ തന്നോട് പറയുകയാണ്. It is a scene of new creation. അത് പുതിയ സൃഷ്ടിയുടെ ഒരു ചിത്രം പോലെ ഇരിക്കുന്നു. The winter is past, every flower is blooming, the trees are blooming, the birds are singing. അവിടെ ശീതകാലം കഴിഞ്ഞു, സകല മരങ്ങളും സകല പൂക്കളും അവിടെ പുഷ്പം വിരിയിച്ചുകൊണ്ട് അവർ സർവ മനോഹാരിത്വത്തോടുകൂടെ അവിടെ നിലകൊള്ളുന്നു. And in a time like this, why would you be asleep? Why would you be reclining inside your house? Come on, let's go and enjoy this together. മുന്തിരിവള്ളിയും അതൊക്കെ പൂത്തു നിൽക്കുന്ന ഈ സമയത്ത് നിനക്ക് എങ്ങനെ ഉറങ്ങുവാൻ കഴിയും? ഇത് പോയി ആസ്വദിക്കുവാൻ നമുക്കിടയാകണ്ടേ? Our natural tendency is to settle down, satisfied with a little of spiritual life and communion that we already have. നാം പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കുള്ള ആ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് ഒതുങ്ങിപ്പോവാനാണ് നാം ആഗ്രഹിക്കുന്നത്. But he says, not once but twice, rise up. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം തന്നെ ആവർത്തിച്ച് പറയുകയാണ്, എന്റെ പ്രിയെ എഴുന്നേൽക്കുക, come away, എന്റെ അടുക്കിലേക്ക്, എന്റെ സുന്ദരി വരിക. Come is the great word of the gospel. സുവിശേഷത്തിന്റെ അതിപ്രധാനപ്പെട്ട ഒരു വാക്കാണ് വരിക. That's what he says. അതാണ് പ്രാണപ്രിയനോട് പറയുന്നത്. Come near me. വരിക, എന്റെ അടുക്കിലേക്ക് കടന്നു വരിക. Come with me. എന്റെ കൂടെ കടന്നു വരിക. Let us enjoy communion together. നമുക്ക് ഒരുമിച്ച് ഈ ബന്ധം ആസ്വദിക്കാം. But we cannot really finish this passage or go to the next verse without reminding ourselves what hope we have for the future while reading these words. ഇവിടെ ഭാഗ്യയോടുള്ള ബന്ധത്തിൽ പ്രത്യാശ എന്താണെന്നുള്ളത് നമുക്ക് ഈ വാക്കുകളിൽ കാണുവാൻ കഴിയും. In the King James Version, this phrase is used, behold, he cometh. KJV version, English Bible പറയുന്നുണ്ട്, ഇതാ പ്രാണപ്രിയൻ കടന്നു വരുന്നു. And this phrase is only used once in the New Testament. ഇത് പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിരിക്കുന്നു. I'm sorry. This is the only phrase from the Song of Songs that is used exactly in the New Testament. ഉത്തമഗീതത്തിലുള്ള ഈ ഒരു പദപ്രയോഗം പോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം. And it is Revelation 1 and verse 7 that says, behold, he comes. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ആ പ്രസ്താവനയാണ്. And we cannot skip over this portion without taking a moment to think about that great hope that we have. അവിടെ ആ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പദപ്രയോഗം, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. Yes, behold, he cometh with clouds. And that is the beauty of King James Version. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. For 2000 long years, it has been a long and harsh winter for the people of God. കഴിഞ്ഞ 2000 വർഷത്തിലധികമായി വളരെ നീളമുള്ള ഒരു ശീതകാലമാണ് തന്റെ ഭക്തന്മാർക്ക്. The bride has lived in a cold and hostile world. There have been persecutions and reproach, and even many have given life
for the beloved. കഴിഞ്ഞ 2000 വർഷങ്ങളായി സഭയ്ക്ക് വളരെ കാഠിന്യവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം, വിരുദ്ധമായ ഒരു കാലഘട്ടമായിരുന്നു. Many have suffered various physical pains and gone through lots of sicknesses. അനേകർ എത്രയോ വിധമായ പേഴ്സിക്യൂഷനിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, ശാരീരികമായ പീഡകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു. Many people have suffered physical sicknesses in this world. എത്രയോ ആളുകൾ അവരുടെ ശരീരത്തിൽ അസുഖങ്ങളായി അവർ അനുഭവിക്കുന്നു. For some it has been sorrow upon sorrow. അനേകർക്ക് ദുഃഖത്തിന്മേൽ ദുഃഖത്തിന്റെ സാഹചര്യങ്ങളൊക്കെ എത്രയോ ഉണ്ടായിട്ടുണ്ട്. There has been weeping and there has been mourning and there has been lot of tears shed for the past 2000 years. ദുഃഖവും വേദനയും നിലവിളിയും ഒക്കെ എന്തുമാത്രം 2000 വർഷമായിട്ട് നടക്കുന്നു. Even creation itself has been groaning under the curse. സർവ്വ സൃഷ്ടിയും ഈ ശാപത്തിനിടയിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നു. And for a long time the bride has longed for her beloved's return. എത്രയോ നൂറ്റാണ്ടുകളായി മണവാട്ടി തന്റെ മണവാളന്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുന്നു. We see glimpses of him, tokens behind the wall through the windows and the lattice. തന്റെ വരവിന്റെ ആ ചിഹ്നങ്ങളൊക്കെ ജനാലകളുടെ മധ്യത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. Oh, but one day our wait will be over. ഒരു ദിവസം നമ്മുടെ ആ കാത്തിരിപ്പിന് അവസാനമുണ്ടാകും. We will hear the shout of the trumpet. ഓ, കാഹളത്തിന്റെ ശബ്ദം, കാഹളനാദം കേൾക്കുവാൻ പോകുന്നു. And we will hear that voice of our beloved, "Arise, my love, my fair one, and come away." നമ്മുടെ പ്രാണപ്രിയന്റെ പ്രസ്താവനകൾ നാം കേൾക്കുവാൻ പോകുക. എന്റെ പ്രിയെ എഴുന്നേൽക്കുക, എന്റെ സുന്ദരി കടന്നു വരിക. The winter is past, the time of weeping is over, the time of singing has come, the flowers have appeared on the earth. Arise, my love, my fair one, and come away. എന്റെ പ്രിയെ, എന്റെ പ്രാണപ്രിയെ വരിക, എഴുന്നേൽക്കുക. വിലപിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു, ശീതകാലം തീർന്നിരിക്കുന്നു, വസന്തകാലത്തിലേക്ക് പ്രവേശിക്കാം. ഇതാ ഞാൻ നിന്റെ അടുക്കൽ. And to that, all that we can say is Amen. Even so, come, Lord Jesus. അതിനോടൊപ്പം ചേർത്ത് പറയുവാൻ നമുക്കും ഇത്രയും ഉള്ളൂ. ഇതാ കർത്താവേ, മടങ്ങി വരണമേ, ആമേൻ എന്നല്ലാതെ എന്തു പറയുവാനുള്ളൂ. So the voice of my beloved, first he says, "Rise up and come away." ആദ്യം എന്റെ പ്രാണപ്രിയന്റെ ശബ്ദം, എഴുന്നേറ്റ് വരിക, കടന്നു വരിക. And secondly, he says in verse 14, 14-ാം വാക്യത്തിൽ അവൻ രണ്ടാമതായി പറയുന്നു, "O my dove, that are in the clefts of the rock, in the secret places of the stairs, let me see thy countenance, let me hear thy voice, for sweet is thy voice, and thy countenance is comely." പാറയുടെ പിളർപ്പിലും കടുംതൂക്കിനും മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു. The dove we already saw week before last, so I'm not repeating it again. പ്രാവിന്റെ പ്രത്യേകതകൾക്ക് നാം കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിക്കേണ്ട, ഞാൻ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. But the dove flies to the cleft of the rock when she is being chased by hawks. പരുന്തുകൾ തന്നെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ഈ പ്രാവുകൾ പാറയുടെ പിളർപ്പിലേക്ക് പറന്നു കയറും. The cleft of the rock is the shelter for them. അവിടെ ആ പാറയുടെ പിളർപ്പിൽ അവർ കയറി നിന്ന് അവരാ സംരക്ഷണം ലഭിക്കും. And that is how the beloved sees the Shulamite. അങ്ങനെയാണ് ശൂലേംകാരത്തെ മണവാളൻ വീക്ഷിക്കുന്നത്. And all through the ages, through the scriptures, that rock is Christ. നൂറ്റാണ്ടുകളായി, യുഗങ്ങളായി ആ പാറ ക്രിസ്തു തന്നെ. And that is why we sing that lovely song, "Rock of ages, cleft for me, let me hide myself in thee." അതുകൊണ്ടാണ് നാം പാടുന്നത്, നൂറ്റാണ്ടുകളുടെ പാറയായി, യുഗങ്ങളുടെ പാറയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ചാരുന്നു. Once that rock shielded me from the wrath of Almighty God. മഹാദൈവത്തിന്റെ ശാപത്തിൽ നിന്ന്, കോപത്തിൽ നിന്ന് ആ പാറയുടെ പിളർപ്പിൽ എനിക്ക് സംരക്ഷണം ലഭിച്ചു. And today it continues to shield me from the fiery arrows of the devil. ഇവിടെ ദുഷ്ടന്റെ ആ അമ്പുകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്നത് ഇതേ പാറയുടെ പിളർപ്പിലാണ്. And that hymn so beautifully puts it, "He hideth my soul in the cleft of the rock that shadows a dry thirsty land. He hideth my life in the depths of his love and covers me there with his hands." അവിടെ പാറയുടെ പിളർപ്പിൽ അവന്റെ ആ പാറയുടെ പിളർപ്പിൽ അവന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ അവൻ എന്നെ സംരക്ഷണം ചെയ്യുന്നു. ആ പാറയുടെ പിളർപ്പിൽ അവന്റെ ഭുജങ്ങളിൽ, അവന്റെ കരങ്ങളിൽ അവൻ എന്നെ നിത്യമായി
സംരക്ഷിക്കുന്നു. And then he says, "Come near me, let me see your face." എന്നിട്ട് മണവാളൻ പറയുകയാണ്, പ്രാവേ നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. We have access with boldness into the immediate presence of our beloved. നമ്മുടെ പ്രാണപ്രിയന്റെ സാന്നിധ്യത്തിലേക്ക് ഏത് സമയവും കയറുവാനുള്ള ധൈര്യത്തോടുള്ള പ്രവേശനം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. The best that the Old Testament could do was put one man once a year in the presence of God. പഴയ നിയമ പുസ്തകങ്ങൾക്ക് ഒരു വർഷം ആണ്ടിൽ ഒരിക്കൽ ഒരു പുരുഷനെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആണ്ടിൽ ഒരിക്കൽ പ്രവേശിപ്പിക്കാമായിരുന്നു. Oh, but here our beloved says to us, "Come, let me see your face, let me hear your voice." എന്നാൽ ഇതാ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ പ്രാണപ്രിയൻ പറയുകയാണ്, വരിക, എന്റെ അടുക്കൽ കടന്നു വരിക, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. The Lord longs to see you, my brethren. എന്റെ സഹോദരന്മാരെ, നമ്മളെ കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നു. The Lord longs to see you, young brother, young sister, boy and girl. The Lord longs to see you. ആകാംക്ഷയോടുകൂടെ നോക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം യുവാക്കന്മാരെ, യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ. He longs to hear your voice. നിങ്ങളുടെ മുഖം കാണുവാൻ, നിങ്ങളുടെ സ്വരം കേൾക്കുവാൻ അവൻ ആകാംക്ഷയോടുകൂടെ കൊതിച്ചിരിക്കുന്നു. Every morning he looks forward to our quiet time. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ആ ധ്യാനത്തിനായി, നമ്മുടെ ആ ഏകാന്തമായ മണിക്കൂറുകളിൽ അവനോടൊപ്പം ചെലവഴിക്കുവാനായി അവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. That has hurt me so much, because even to realize that he is waiting to hear my voice every day, to see my face every day. എന്നെ വളരെ ധൈര്യപ്പെടുത്തിയ ഒരു വസ്തുതയാണ്. എല്ലാ ദിവസവും എന്റെ മുഖം ഒന്ന് കാണുവാൻ, എന്റെ സ്വരം ഒന്ന് കേൾക്കുവാൻ അവൻ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു എന്നുള്ളത്. Oh, but what do I do? Totally ignoring what he has desired for me, I go about my daily duties, pushing my quiet time till when it is convenient. എന്നാൽ അവനെ അവഗണിച്ച്, ആ ധ്യാനത്തിന്റെ സമയമൊക്കെ അവഗണിച്ച്, ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രക്രിയകൾക്ക് ഞാൻ സമയം കൊടുക്കുവാൻ ഞാൻ എന്തുമാത്രം ചെയ്യുന്നു. When I miss my quiet time, he misses it more than me. ഞാൻ അവനുമായുള്ള സമയം ഞാൻ നഷ്ടപ്പെട്ടതിനേക്കാൾ അവൻ അത് വലിയ നഷ്ടമായി കണക്കാക്കുന്നു. He loves to see me come to spend time specifically with him. അവനുമായി വ്യക്തിപരമായി ബന്ധവും സമയവും ചെലവഴിക്കുവാനായി അവൻ ആകാംക്ഷയോടെ കാത്തിരിക്കും. And even when we gather for Lord's Supper on Sunday, that is what he wants to say to us. Let me see your face. Let me hear your voice. ഞാൻ ആ ചെങ്ങാം കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. We don't have even words to tell him. We don't have any words to tell our Savior. നമ്മുടെ പ്രാണപ്രിയൻ, നമ്മുടെ രക്ഷിതാവിനോട് പറയുവാൻ നമുക്ക് വാക്കുകളില്ല. Very often there are long silences. ഒരുപക്ഷെ വളരെ ദൈർഘ്യമേറിയ മിണ്ടാതിരിക്കുന്ന സമയങ്ങളൊക്കെ എത്രയോ വലുതാണ്. He says, your voice is sweet and your face is lovely. എന്നാൽ അവൻ പറയാണ്, ആ നിശബ്ദതയുടെ ഒക്കെ മധ്യത്തിൽ നിന്റെ മുഖം സൗന്ദര്യമുള്ളത്, നിന്റെ സ്വരം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യും. What is stopping us? എന്താണ് നമുക്ക് ഉള്ള തടസ്സം? What is the problem? എന്താണ് പ്രശ്നം? The answer is in verse 15. 15-ാം വാക്യത്തിൽ അതിന്റെ ഉത്തരമുണ്ട്. Take us, the foxes, the little foxes that spoil the vines, for our vines have tender grapes. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. A vineyard has one purpose, to produce fruit. മുന്തിരിത്തോട്ടത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മുന്തിരി പുറപ്പെടുവിക്കുക. In John 15, he says, the Lord says concerning us, bear fruit, more fruit, much fruit. നമുക്ക് 15-ാം അധ്യായത്തിൽ യോഹന്നാൻ എഴുതുന്നതുകൊണ്ട് കർത്താവിന്റെ വാക്കുകൾ, നിങ്ങൾ ഫലം കായ്ക്കുക, വളരെ ഫലം കായ്ക്കുക, അധികമായി ഫലം കഴിക്കുക. What spoils this fruit? എന്താണ് ഈ ഫലത്തെ നശിപ്പിക്കുന്നത്? In the vineyards there were little foxes, or more accurately, jackals. അവിടെ ആ മുന്തിരിത്തോട്ടങ്ങളിൽ കടന്നു വരുന്ന കുറുക്കന്മാരുണ്ടായിരുന്നു. And when the blossoms were on the vine, and when the tender grapes would come out, these little foxes would run through the vines and the blossoms would fall.
അവിടെ ആ മുന്തിരി പഴുക്കുവാൻ പോകുന്ന ആ നിമിഷങ്ങൾ ആ ആ നാരകത്തിൽ ആ തോട്ടത്തിലൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുമ്പോൾ ഈ കുറുക്കന്മാർ വളരെ വേഗത്തിൽ അതിന്റെ മധ്യത്തിലൂടെ ഒക്കെ ഓടിപ്പോകും. And all the blossoms would fall down, especially those that are low hanging. അങ്ങനെ ആ താഴെ നിൽക്കുന്ന എല്ലാം പഴുക്കുവാൻ പോകുന്ന എല്ലാ മുന്തിരികളും താഴെ നിലത്ത് വീണ് നശിക്കുവാൻ ഇടയാകും. No blossoms, no fruit. അവിടെ പൂത്തില്ല എങ്കിൽ അവിടെ ഫലമില്ല. These little foxes ruin fruit production. അവിടെ ഈ കുറുക്കന്മാർ ഫലം കായ്ക്കുവാനായി വളരെ തടസ്സമുണ്ടാക്കാറുണ്ട്. And in our lives of communion with our beloved, we need to identify what these little foxes in our lives are. കർത്താവുമായുള്ള നമ്മുടെ ഈ ബന്ധത്തിൽ നമ്മുടെ ആ ബന്ധം വിച്ഛേദിക്കുവാനായി ശ്രമിക്കുന്ന കുറുക്കന്മാർ ഏതാണെന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. Very often the assembly is one of the places where fruit for God is produced. ഒരുപാട് സമയങ്ങളിൽ സഭകളിലാണ് ഫലങ്ങൾ പുറപ്പെടുവിക്കപ്പെടുന്നത്. And in many assemblies, it is not doctrinal errors that create issues, but it is often the little things that create problems. അനേക സഭകളിൽ ഉപദേശപരമായ വിഷയങ്ങളല്ല പ്രയാസവും പ്രശ്നങ്ങളും പ്രവർത്തിപ്പിക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. Little pride, self-exaltation, or an unforgiving spirit, or a critical spirit, all of this creates issues. അവിടെ ഒരു അല്പം ഒരു ഈഗോ, അല്പം ഒരു പ്രൈഡ് അല്ലെങ്കിൽ ഗർവം ഒക്കെയാണ് സകല ഫലത്തെയും നശിപ്പിക്കുന്നത്. Someone offended me 10 years back and I will not forgive. That's a little fox. എന്നെ 10 വർഷം മുമ്പ് ആരോ എന്തോ പറഞ്ഞു, അതൊരു ചെറിയ കുറുക്കനാണ്. Someone made a small mistake and immediately I get all gunned up at him. ആരോ ഒരാൾ ചെറിയ ഒരു തെറ്റ് എന്നോട് ചെയ്യുമ്പോൾ വളരെ വലിയ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് നാം അത് നയിക്കും. A critical spirit, that is a little fox. എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവ് ഒരു കുറുക്കൻ തന്നെയാണ്. Sometimes somebody is late for meetings for a few weeks continuously and I begin to judge him and assume things about him, another little fox. ഒരാൾ അല്പം ചില ആഴ്ചകളിൽ മീറ്റിംഗിന് കടന്നു വരാൻ അല്പം വൈകിയാൽ നാം അദ്ദേഹത്തെ പറ്റി ചിന്തിച്ച് അദ്ദേഹത്തെ ന്യായം വിധിക്കുവാനായി നാം ശ്രമിക്കുന്നത് അതൊരു കുറുക്കൻ തന്നെയാണ്. I just said it in the assembly context because it is more visible. ഞാനൊരു സഭയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞതിന്റെ കാരണം അത് കുറച്ചുകൂടെ തെളിവായി കടന്നു വരുന്നു. But there are so many other things that in our life that only we know about. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയുന്നുള്ളൂ. These little foxes destroy our fruit, our communion with God. ഈ കുറുക്കന്മാർ ദൈവത്തിന് കൊടുക്കാനുള്ള ഫലം നമ്മളിൽ നിന്ന് നശിപ്പിക്കുന്നു. And what do we do about it? എന്താണ് നാം അതിനു വേണ്ടി ചെയ്യുന്നത്? Take us the foxes. Notice that word, us. ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. Can you read that whole verse in Malayalam? ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കാൽ മുന്തിരികളെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. Okay, so in English it is take us the foxes. It means both of them are going to do this together. അവിടെ ഈ മണവാളനും മണവാട്ടിയും ഒരുമിച്ചാണ് ഈ കുറുക്കന്മാരെ പിടിച്ചിരുവാൻ പോകുന്നത്. He is inviting her to come together with him to catch those little foxes. ഇവിടെ മണവാട്ടിയെ മണവാളൻ ക്ഷണിക്കുകയാണ്, ഈ കുറുക്കന്മാരെയൊക്കെ പിടിക്കാൻ എൻ്റെ കൂടെ കൂടുവിൻ. When we are asked to deal with things in our life, be rest assured that our beloved is also working with us to prune us and make us better for him. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ശരിയാക്കേണ്ട നടപടികൾ നാം എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല, നമ്മോട് കൂടെ അതിനെ സഹായിപ്പാൻ തക്കവണ്ണം നമ്മുടെ മണവാളൻ നമ്മോട് കൂടെ. So if you are not enjoying intimacy with the Lord Jesus, what are the little foxes in your life? കർത്താവുമായി ഈ അകമഴിഞ്ഞ ബന്ധം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറുക്കന്മാരെ ഏതൊക്കെയാണ്? That is a question that each of us has to answer. ഇത് വ്യക്തിപരമായി നാം ഉത്തരം കൊടുക്കേണ്ടതാണ്. And after that we see that the Shulamite replies. ഇതിന് ശേഷം ശൂലേംകാരക്ക് മറുപടി നൽകുന്നു. So up to verse 15 it is the bridegroom or the beloved that is speaking. 15 വാക്യം വരെ മണവാളനാണ് സംസാരിക്കുന്നത്.
And now the Shulamite is responding in verse 16 to what he said. ഇവിടെ ശൂലേംകാരത്തി 16 വാക്യം മുതൽ മണവാളന് വേണ്ടിയുള്ള മറുപടി ഞാൻ കൊടുക്കുകയാണ്. First of all, we see that she affirms the beauty of their relationship. ഇവിടെ 16 വാക്യത്തിൽ അവരുടെ ബന്ധത്തിന്റെ ആ മനോഹാരിത്വം താൻ അവിടെ അംഗീകരിക്കുകയാണ്. My beloved is mine and I am his, and he feedeth among the lilies. താൻ പറയുകയാണ്, എന്റെ പ്രിയൻ എനിക്കുള്ളവനാണ്, ഞാൻ അവൻ ഉള്ളവൾ, അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു. Isn't that a wonderful thought? My beloved is mine and I am his. എന്റെ പ്രിയൻ എനിക്കുള്ളവനും ഞാൻ അവനുള്ളവളും എന്നുള്ള ചിന്ത എത്ര മനോഹരമായ. She rests in the fact that he belongs to her. അവൾ ശാശ്വതമായി വിശ്രമിക്കുന്നതിന്റെ കാരണം അവൾ തന്റെ മണവാളൻ ഉള്ളവളാണെന്നുള്ള ചിന്ത തനിക്കുള്ളത് കൊണ്ടാണ്. In a love that cannot cease, I am his and he is mine. ഒരിക്കലും അറ്റുപോകാത്ത ആ സ്നേഹബന്ധത്തിൽ ഞാൻ അവനുള്ളവനും അവൻ എനിക്കുള്ളവനും. But then there are two more occurrences of this phrase in this book. എന്നാൽ രണ്ട് പ്രസ്താവനകളും കൂടെ ഈ പുസ്തകത്തിലുണ്ട്. Two more occurrences of this phrase are there in this book. Two more occurrences. ഇതുപോലെയുള്ള പ്രസ്താവന രണ്ട് പ്രാവശ്യം കൂടെ ഈ പുസ്തകത്തിൽ നാം കാണുന്നു. So first occurrence is my beloved is mine and I am his. ഒന്നാമത്തേത് ഞാൻ മണവാളൻ ഉള്ളവൾ, എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. The second one, please turn to chapter 6 and verse 3, and it is slightly different. ആറാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ തന്നെയാണ്, എന്നാൽ അല്പം വ്യത്യാസമുണ്ട്. What is said there? ഞാൻ എന്റെ പ്രിയനുള്ളവൾ, എന്റെ പ്രിയൻ എനിക്കുള്ളവൻ. There the order is reversed. It says, I am my beloved's and my beloved is mine. അവിടെ ആ ആദ്യം പ്രസ്താവിച്ച ആ ഒരു ഓർഡർ നേരെ വിപരീതമായാണ് ഇവിടെ കാണുന്നത്. ഞാൻ അവനുള്ളവൾ, അവൻ എനിക്കുള്ളവൻ. So in chapter 2 and verse 16, it is often the priority is me. My claims take the precedence. രണ്ടാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ priority is me. My claims are taking the precedence. അവിടെ എന്റെ പ്രസ്താവന അല്ലെങ്കിൽ എന്റെ അധികാരത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കുന്നത്. And this is the cry of every newborn Christian. എല്ലാ പുതിയ വിശ്വാസിയുടെയും ഒരു പ്രാർത്ഥനയാണ്. When we first met the Lord, what a thrill we had in possessing him. He came into my heart. കർത്താവ് ആദ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുണ്ടായിരുന്ന സന്തോഷവും ആവേശവും എത്ര വലുതാണ്. അവൻ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. What I got, eternal life, what I got took greatest priority. എനിക്ക് എന്ത് ലഭിച്ചു, ആ നിത്യജീവൻ എനിക്ക് എന്ത് ലഭിച്ചോ അതിനാണ് പ്രാധാന്യം നാം കൂടുതൽ കൊടുത്തത്. And we sang, blessed assurance, Jesus is mine. നാം പാടി എത്രയോ വലിയ ഉറപ്പാണ് യേശു എന്റേതാണെന്നുള്ളത്. As we learned when we were studying from the pastoral epistles, Christ in you. നാം ലേഖനങ്ങളിലൂടെ വായിച്ചതുപോലെ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. That was how we all started. അങ്ങനെയാണ് നാം എല്ലാം ആരംഭിച്ചത്. But love always makes progress. എന്നാൽ സ്നേഹം എപ്പോഴും പുരോഗതിയുണ്ട്. And that is why in the second time when we read in 6 and verse 3, the order is reversed. Now his claims take more precedence than my claims. അതുകൊണ്ടാണ് ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ സ്നേഹത്തിന്റെ പുരോഗതി കാണുന്നുണ്ട്. അവന്റെ അധികാരമാണ് എനിക്ക് പ്രാധാന്യമുള്ളത്, ഞാൻ എന്റെ പ്രിയനുള്ളവൾ. It is not just enough to know that Christ is in me, but I come to realize that I am his. എന്റെ പ്രിയന് ക്രിസ്തു എന്റേത് മാത്രമല്ല, ഞാൻ അവനുള്ളവനും കൂടെയാണെന്നുള്ള തിരിച്ചറിവ്. I yield myself more to him. I give up more of my control and I belong to him, so to speak, more and more. ഞാൻ എന്നെ തന്നെ അവന് സമർപ്പിച്ച്, എന്നെ തന്നെ അവന് കീഴ്പ്പെട്ട്, എന്റെ മേലുള്ള സകല എനിക്കുള്ള അധികാരം അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. So his claims get more precedence. You in Christ. അതുകൊണ്ട് അവനുള്ള അവകാശവാദങ്ങൾക്കാണ് സ്നേഹം പുരോഗമിക്കുമ്പോഴുള്ള പുരോഗതി. And the third time it is even more different. എന്നാൽ മൂന്നാമത്തെ തവണ ഈ പുസ്തകത്തിൽ നാം ആ പ്രസ്താവന കാണുമ്പോൾ in 7 and verse 10,
7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ I am my beloved's, and his desire is toward me. 7 verses 10. Yep. ഞാൻ എൻ്റെ ഉള്ളവൾ അവന്റെ ആഗ്രഹം എന്നോടാകുന്നു. This time, her claims find no mention at all. അവിടെ ഈ 7-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ശൂലേംകാരത്തിന് ഒരു അവകാശവുമില്ല. Christ is all in all. തന്റെ ഒരു അവകാശവാദവുമില്ല. ക്രിസ്തു എല്ലാറ്റിലും എല്ലാം. And I rest in the fact that he desires me. അവൻ എന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ആ അവകാശവാദത്തിൽ ഞാൻ ശാശ്വതമായി വിശ്രമിക്കുന്നു. He loves me. He wants my fellowship. He desires my companionship. That's all I need. അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്റെ കൂട്ടായ്മ ബന്ധം അവൻ ആഗ്രഹിക്കുന്നു. അതിൽ മാത്രം ഞാൻ ചാരുന്നു. Moving from self-occupation to fully occupied with him. ഞാൻ അല്ലെങ്കിൽ എന്റെ അവകാശവാദങ്ങളിൽ നിന്നും മാറി അവനോട് ചേർന്ന് അവന്റെ അവകാശവാദങ്ങളോട് ഞാൻ കോർത്തിണങ്ങി ചെയ്യും. So those are the 3 times that this phrase is used in this book. ഈ പുസ്തകത്തിൽ 3 തവണയാണ് ഇങ്ങനെയുള്ള പ്രസ്താവന നാം കാണുന്നത്. Let's come back to 2 and verse 16. 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലേക്ക് നാം തിരിച്ചു വരുന്നു. And after she rests in the fact that the beloved belongs to her, she says something that she should never have said. 16-ാം വാക്യത്തിൽ എന്റെ പ്രിയൻ എനിക്കുള്ളവളാണ് എന്ന് താൻ അവകാശവാദം ഉന്നയിച്ചതിന് ശേഷം പറയാൻ പാടില്ലാത്തത് താൻ അവിടെ പറയുന്നു. She said, "Turn, my beloved, until the day breathe and until the shadows flee away. Turn, my beloved, and be thou like a roe or a young hart upon the mountains of Bether." താൻ അവിടെ പറയാണ്, വെയിലാറി നിഴൽ കാണാതെ ആകുവോളം എന്റെ പ്രിയനെ നീ മടങ്ങി ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനും കൽക്കുട്ടിക്കും തുല്യനായിരിക്കുക. 2 ways you can interpret this. 2 തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. She's saying, "Go away. താൻ പറയാണ്, എന്റെ പ്രിയനെ നീ മടങ്ങിക്കൊള്ളൂ. I am resting. I am comfortable here. Don't disturb me now." ഞാൻ ഇവിടെ വിശ്രമിക്കുന്നു. ഞാൻ ഇവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കരുത്. എന്നെ ശല്യപ്പെടുത്തരുത്. You be like the gazelle on the mountains of Bether, but leave me alone. ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാൻ പോലെ നീ ആയിക്കൊള്ളട്ടെ. നീ മടങ്ങുക. എന്നാൽ എന്നെ വെറുതെ വിടുക. But you can also interpret it in another way. എന്നാൽ വേറൊരു രീതിയിലും ഈ വാക്യത്തെ വ്യാഖ്യാനിക്കാൻ You can കഴിയും. also say, "Turn to me." എന്നിലേക്ക് മടങ്ങുക എന്നും നമുക്ക് അവിടെ പറയുവാൻ കഴിയും. And that also is a negative sense. അതും ഒരു അഭികാമ്യമല്ലാത്ത ഒരു മനോഭാവമാണ് ശൂലേംകാരത്തിയുടെ. Because when the beloved has come there from afar and says, "You come with me," she is saying, "Come to me." പ്രാണപ്രിയൻ ഇത്രയും ദൂരം സഞ്ചരിച്ച ദുർഘടങ്ങൾ കീഴടക്കി മണവാട്ടിയുടെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ മണവാട്ടി പറയുകയാണ്, നീ എന്റെ അടുക്കിലേക്ക് വീണ്ടും കടന്നു വരിക. Basically, she dismisses what he said. ഏത് വ്യാഖ്യാനമായിക്കൊള്ളട്ടെ, താൻ പറയുന്നത് മണവാളൻ പറയുന്ന കാര്യങ്ങൾ താൻ അംഗീകരിക്കാതെ മടക്കി കൊടുക്കുന്നു. And what happens? എന്താണ് സംഭവിക്കുന്നത്? Chapter 3 and verse 1. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. I sought him, but I found him not. രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു, ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല. He came from afar, overcame every obstacle. He took the initiative to come and restore communion with you, but you were not responsive. അവൻ വളരെ ദൂരം സഞ്ചരിച്ച ദുർഘടങ്ങൾ കീഴടക്കി അവൻ നിന്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ നീ അവനെ നിന്റെ സന്നിധിയിൽ നിന്ന് ബഹിഷ്കരിക്കുകയും അവനെ കാണാതാകുകയും ചെയ്യും. He said, "Come away, let us have communion and intimacy together." അവൻ പറഞ്ഞു, എന്റെ അടുക്കിലേക്ക് കടന്നു വരിക, എന്റെ പ്രിയ എഴുന്നേൽക്കുക, എന്റെ അടുക്കൽ കടന്നു വരിക, നമുക്ക് കൂട്ടായ്മ ബന്ധം ആചരിക്കാമെന്ന് ക്ഷണിച്ചതിന് ശേഷം He said, "Let me see your face, let me hear your voice." ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ എന്ന് മണവാളൻ പറഞ്ഞിട്ടും He said, "We will together capture all the foxes that are spoiling our communion." നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഈ കൂട്ടായ്മ ബന്ധം വിച്ഛേദിക്കുവാൻ ആഗ്രഹിക്കുന്ന കുറുക്കന്മാരെയൊക്കെ നമുക്ക് ഒരുമിച്ച് പിടിച്ച് നശിപ്പിക്കാം. Again and again, the bridegroom is seeking to come and have fellowship with us.
വീണ്ടും വീണ്ടും ഈ ബന്ധം പുനഃസ്ഥാപിക്കുവാനായി മണവാളൻ ശ്രമിക്കുമ്പോൾ But the bride is unresponsive. Leave me alone. എന്നാൽ മണവാട്ടി യാതൊരു പ്രതികരണവും ഇല്ലാതെ എന്നെ വെറുതെ വിടുക, അവനെ ബഹിഷ്കരിക്കുന്ന പോലെ ഉള്ള ഒരു മനോഭാവം. Turn, my beloved. എന്റെ പ്രാണപ്രിയനെ വേണ്ടിയുള്ള ആകാംക്ഷ. Turn away, my beloved. പ്രാണപ്രിയ, നീ മടങ്ങിക്കൊള്ളുക. I know that you are mine, and that is all that I need. നീ എന്റേതാണെന്നുള്ള തിരിച്ചറിവും അവകാശവാദവും എനിക്കുണ്ട്, അതെനിക്കറിഞ്ഞ അത് മതി. I don't want sweet communion. I don't want to get up from where I am now. ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഈ ബന്ധം ആസ്വദിക്കാൻ എനിക്ക് ഇനിയും വേണ്ട. So let us all ask ourselves, is that how we are responding to our beloved today? ഇങ്ങനെയാണോ നാം നമ്മുടെ മണവാളന് വേണ്ടി, നമ്മുടെ മണവാളനെ നാം തിരയുന്നതും ബന്ധം സ്ഥാപിക്കും? When he comes to us, do we dismiss him away? അവൻ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവനെ നമ്മുടെ സന്നിധിയിൽ നിന്ന് അവനെ തള്ളി മാറ്റാറുണ്ട്. Remember one thing, he misses you more than you miss him. ഒരു കാര്യം ഓർക്കുക, നീ അവനുമായുള്ള ബന്ധം ആഗ്രഹിക്കുന്നതിനേക്കാൾ അവൻ നീയുമായുള്ള ബന്ധം ആഗ്രഹിക്കുന്നു. He wants to see you. He wants to hear you. He wants to spend time with you. Will you be available for him? അവൻ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ മുഖം അന്വേഷിക്കുന്നു, നിന്റെ സ്വരം അന്വേഷിക്കുന്നു, നിന്നോട് ബന്ധം പുലർത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. May these words inspire us to go to his presence and run to his presence and say, sorry, Lord, for all the times that I have dismissed you away. ഈ ചിന്തയോടുകൂടെ ദൈവസന്നിധി കടന്നു വന്നു, ദൈവമേ ക്ഷമ ചോദിക്കുന്നു, നിന്നെ എന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ മടക്കി തിരിച്ചുവിട്ട അവസരങ്ങളൊക്കെ എത്രയോ ഉണ്ടായിട്ടുണ്ട്. Thank you because thou desires me. ഓ, നീ എന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ ആഗ്രഹിക്കുന്നു. I am thankful for that. ഞാൻ അതിനു വേണ്ടി നന്ദിയുള്ളവനായിരിക്കുന്നു. I will come when thou says, arise, come away. I am ready to come and enjoy fellowship with you. ഞാൻ എഴുന്നേറ്റ്, നീ എന്നെ ക്ഷണിക്കുമ്പോൾ എഴുന്നേറ്റ് എന്നോടൊപ്പം സമയം ചെലവഴിക്കാൻ, ബന്ധം ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. May God bless these words to our hearts this evening. ഈ വാക്യങ്ങളാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. May his name alone be glorified. അവന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.